ചോദിക്കണ്ടായി. വാടി, നമുക്ക് ലുലുമാളിൽ പോയി മേടിക്കാം. ഇറങ്ങിയിരിക്കുക കണ്ടാൽ എന്തൊരു മട്ടുപാവ. മണവാളൻ വരുന്നു, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ബൈബിളിലെ കോച്ചിങ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന എന്നെ അറിയത്തില്ലെന്നോ? ഹലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? വർത്തമാന സമാജത്തിന്റെ സെക്രട്ടറി പല തവണ എന്നെ അറിയില്ലെന്നോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹലോ, കഥക് തുറക്ക്. ഞങ്ങൾക്കും നിങ്ങളെ അറിയില്ല. അതാ പറഞ്ഞത് കഥക് തുറക്കാൻ. നീ ഇങ്ങോട്ട് മാറിക്കേ. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഓടി വന്നപ്പോ ഇപ്പൊ എന്നെ അറിയില്ലെന്നോ? ഹലോ, തുറക്കുന്നില്ലയോ? ആരും വായിച്ചു നോക്കുന്നുണ്ടോ? ഞങ്ങൾ വീട്ടിൽ പോയിട്ട് 100 കൂട്ടം ജോലി ഉള്ളതാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ആക്റ്റീവായി നിൽക്കുന്ന എന്നെ അറിയില്ലെന്നോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സത്യമായും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഓ പിന്നെ അതിനൊക്കെ വലിയ അകത്ത് ഞാൻ വീട്ടിൽ കേൾക്കുന്ന പിന്നെയാ ഇത്. വാ, നമുക്ക് പോകാം. ഇത് തുറക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. വീട്ടിൽ പോയി കുറച്ച് ഉറങ്ങുകയെങ്കിലും ചെയ്യാം. നിങ്ങളെ സൃഷ്ടിച്ച് മറന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ജീവിതം തെറ്റാണ്. നിങ്ങളെ കുത്തെഴുതി ജീവിതം നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ദൈവശബ്ദമല്ലേ? ദൈവമേ, കനിവുണ്ടാകണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്ത് കനിവുണ്ടാകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നീ ഞങ്ങളെ കണ്ണു തുറപ്പിച്ചു. താൽക്കാലികമായ ജീവിതത്തിൽ ഞങ്ങൾ അഹങ്കരിച്ചു. അങ്ങയുടെ മണവാട്ടികളായി ഞങ്ങളെ സ്വീകരിക്കണം. ലോകത്തിന്റെ മായ വലയങ്ങൾ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അതിനനുസരിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കുവാൻ ഓരോ വിളിയും നമുക്ക് കണ്ടോർക്കാം. കാര്യമായ ദൈവമേ, നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.